ശബരിമലയിലെ ആ തീവട്ടിക്കൊള്ള അതിൻ്റെ തുമ്പുകളൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ചോദ്യം ഒരു ഉന്നതനിലേക്ക് പോയിട്ടുണ്ട്. മുൻ മന്ത്രിയും ഇപ്പോഴത്തെ MLA-യുമായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രൻ അതീവ രഹസ്യമായിട്ട് മാധ്യമപ്രവർത്തകരുടെ രന്ധ്രാന്വേഷണങ്ങൾക്കൊന്നും കണ്ടുപിടിക്കാൻ കഴിയാത്ത തരത്തിൽ ചോദ്യം ചെയ്തു. 2.5 മണിക്കൂർ ചോദ്യം ചെയ്തു. പക്ഷേ അത് അവസാനിച്ചിട്ടില്ല. കാരണം അദ്ദേഹം പറഞ്ഞതിൽ പൊരുത്തക്കേടുകൾ ഉണ്ട് എന്ന് കണ്ടുകൊണ്ട് വീണ്ടും അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് SIT. പൊരുത്തക്കേടുകൾ ഇതാണ്, മറ്റൊന്നുമല്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞ കാര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടുന്നില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി സമ്മതിച്ച കാര്യങ്ങളുമായിട്ട് ഇത് പൊരുത്തപ്പെടുന്നില്ല. കടകംപള്ളി ആദ്യമേ തന്നെ പറയുന്ന ദേവസ്വം ബോർഡ് മന്ത്രി എന്നുള്ള നിലയിൽ ഒരു ഫയലും എൻ്റെ അടുത്തേക്ക് വരേണ്ട കാര്യമില്ല, ഒന്നും വന്നിട്ടുമില്ലെന്നാണ്. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇനി അദ്ദേഹത്തിനൊന്നും ഭയക്കാനില്ല. കാരണം പിടിച്ചു കഴിഞ്ഞു, ജയിലിലായി കഴിഞ്ഞു, പെട്ട് കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഇനി കള്ളമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് സത്യസന്ധമായിട്ടായിരിക്കണമല്ലോ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് സ്വർണം പൂശണം എന്നുള്ള ഫയല് താൻ മന്ത്രിയുടെ അടുത്ത് കൊണ്ടുപോയി ഒപ്പിട്ട് ചാർത്തി, തുല്യം ചാർത്തി വാങ്ങിച്ചു എന്നാണ്. ഇതിനകത്ത് പല സംശയങ്ങളും ഉണ്ടാവുന്നുണ്ട്, ദുരൂഹതകളും ഉണ്ടാവുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാ? ദേവസ്വം ബോർഡിൻ്റെ ഒരു സ്റ്റാഫ് അംഗം പോലും അല്ലാത്ത ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാ മന്ത്രിയുടെ അടുത്ത് എന്നിട്ട് ഒപ്പിട്ട് വാങ്ങിക്കാൻ? ഈ ഫയൽ കയ്യിലെടുക്കാൻ ഇയാൾക്ക് എന്താ അധികാരം? അപ്പോൾ ശുദ്ധ തോന്നിയാസമല്ലേ അവിടെ നടന്നിരിക്കുന്നത്? അതായത് ഭരണഘടനാ ബാഹ്യമായിട്ടുള്ള ഒരു ശക്തിയുടെ കൈകൾ, ഇടപെടലുകൾ അവിടെ നിരന്തരമായിട്ടുണ്ടായിരിക്കുന്നു. അതുപോലെ അദ്ദേഹവുമായിട്ട് ധന ഇടപാടുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് കടകംപള്ളി സുരേന്ദ്രൻ. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് തൻ്റെ സ്ഥലമായിട്ടുള്ള കാരറ്റ്, തിരുവനന്തപുരത്തിന് അടുത്തുള്ള സ്ഥലമാണ്. ആ സ്ഥലത്ത് ഒരുപാട് വസ്തു ഇടപാടുകളിൽ ഇദ്ദേഹത്തിനെ സമീപിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള വാർത്തകളും വന്നിരുന്നു. പരസ്പരം അതുപോലെ തന്നെ ചടങ്ങുകളിൽ സംബന്ധിക്കുമായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ, ബന്ധുക്കളുടെ വീട്ടിൽ ഒക്കെ ധാരാളമായിട്ട് സന്ദർശനം നടത്തിയിരുന്നു എന്നുമാണ് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി. അതൊന്നും കള്ളമാവാൻ തരമില്ല. കാരണം പല ഫോട്ടോകളും പബ്ലിക് ഡൊമൈനിലുണ്ട്. ഇതിനിടയ്ക്ക് കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നുണ്ട്, തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നു, തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിക്കുന്നു. ഒന്ന് ഉണ്ടാവാം, തീർച്ചയായിട്ടും ഉണ്ടാവാം. ഈ വാർത്തകളുടെ പ്രളയത്തിൽ ചിലതൊക്കെ അങ്ങനെ വരാം. ഈ വെള്ളപ്പൊക്കത്തിൽ പൊങ്ങി വരുന്ന തടികളില്ലേ, അതുപോലെ അങ്ങനെ വന്നുകൊണ്ടിരിക്കാം. ആന ചത്തത് വരെ ജട ഒഴുകി വരും. വെള്ളം മാത്രമല്ല അതിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ശുദ്ധമായ വെള്ളമാക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ആരായാലും സത്യസന്ധമായിട്ട് തുറന്ന് കാര്യങ്ങൾ പറയുക. തനിക്കൊരു തെറ്റ് പറ്റിയെങ്കിൽ ആ തെറ്റ് പറയുക. ഇതിപ്പോഴാണ് അതിനുള്ള സമയം. അത് പറഞ്ഞെങ്കിൽ ഈ ദുരനുഭവം ഉണ്ടാവുകയില്ല. തെറ്റ് പറ്റും എല്ലാവർക്കും, ഏത് രാഷ്ട്രീയക്കാർക്കും പറ്റും. അത് മറച്ചു വയ്ക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റൊരു തെറ്റാണത്. അത് വലിയ ഗുരുതരമായ തെറ്റാണ്. ജനങ്ങളിൽ നിന്നാണ് മറച്ചു പിടിക്കുന്നത്. വഞ്ചനയാണ്, ജനവഞ്ചകനെയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ വിളിക്കേണ്ടത് ജനവഞ്ചകൻ എന്നല്ലേ? അങ്ങനെ തന്നെയാണ്. ഒരു ജനവഞ്ചകനാകാൻ കടകംപള്ളി സുരേന്ദ്രൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയാവും. അല്ലെങ്കിൽ അത് ഞങ്ങളാരും ആഗ്രഹിക്കുന്നില്ല. സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ഇത് കടകംപള്ളി സുരേന്ദ്രനോട് എന്തെങ്കിലും ഒരു പ്രതികാരം ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല. സത്യസന്ധത രാഷ്ട്രീയത്തിൽ വേണം. ആ സത്യസന്ധത കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണല്ലോ ഒരു പെൺകുട്ടി പബ്ലിക് ഡൊമൈനിൽ തൻ്റെ ഓഡിയോ വെച്ചുകൊണ്ട്, അല്ലാതെ നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയല്ല, രാഷ്ട്രീയം ശുദ്ധമാക്കാൻ വേണ്ടി എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടത്. അതുകൊണ്ട് സംശുദ്ധമാകുമോ എന്നുള്ളത് മറ്റൊരു കാര്യം, ആയിട്ടുണ്ടോ എന്നുള്ളത് മറ്റൊരു കാര്യം. അപ്പോൾ രാഷ്ട്രീയം സംശുദ്ധമാകണമെങ്കിൽ സത്യസന്ധത വേണം. കൈവെടിയരുത്, ഉള്ള കാര്യം തുറന്നു പറയണം, തന്ത്രങ്ങൾ കൊണ്ടുപോകരുത്. ഇവിടെ നിങ്ങൾക്കൊരു പക്ഷേ വിശ്വാസമില്ലാത്ത സ്വാമി അയ്യപ്പനാണ് കേന്ദ്രബിന്ദുവായി നിൽക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ബിന്ദു എന്ന് പറഞ്ഞാൽ അതിന് ഹിന്ദു വേദാന്ത പ്രകാരം വലിയ വിശാലമായ അർത്ഥങ്ങളുണ്ട്. രക്ഷപ്പെടാൻ പറ്റുകയില്ല കടകംപള്ളി. താങ്കൾ സത്യമാണ് പറയുന്നതെങ്കിൽ താങ്കൾ പൂർണ്ണമായും രക്ഷപ്പെടും, അല്ലെങ്കിൽ രക്ഷപ്പെടില്ല. ഒരു പാർട്ടിക്കും താങ്കളെ രക്ഷിക്കാൻ കഴിയില്ല, ഒരു സഖാവിനും രക്ഷിക്കാൻ കഴിയില്ല, ഒരു കൊട്ടേഷൻ സംഘത്തിനും രക്ഷിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. അതുകൊണ്ട് തൻ്റെ തന്നെ മനസാക്ഷിയോട് നീതി പുലർത്തുക എന്ന് മാത്രമേ പറയാനുള്ളൂ. താങ്കളൊരു ദുഷ്ടനാണോ എന്നൊന്നും അല്ല പറയുന്നത്. പക്ഷേ എന്തൊക്കെയോ ദുരൂഹതകൾ SITക്ക് തന്നെ, താങ്കളുടെ പോലീസുകാർ തന്നെയാണല്ലോ അതിലുള്ളത്.
താങ്കളുടെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഭയക്കുന്ന പോലീസ് ആൾക്കാരാണല്ലോ അതിലുള്ളത്, പിന്നെന്താണ് സത്യം പറയാൻ ഇത്ര മടി? അത് വലിയൊരു പിന്തുടരും ബൂമറാങ്ങായി തീരും. ഇത് തന്നെയാണ് വരുന്നത്. പരസ്പര വിരുദ്ധമായതുകൊണ്ടാണ് വീണ്ടും ചോദ്യം ചെയ്യേണ്ടി വരുന്നത്. സത്യമാദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ ഈ കുഴപ്പം വരികയില്ലായിരുന്നു. ബി ഓപ്പൺ, അതാണ് ബി ഫ്രാങ്ക്. അതാണ് എനിക്ക് ഏറ്റവും നല്ല നയം. നമ്മുടെ എല്ലാവരുടെയും പുതുവർഷത്തിലെ നയം. അത് നമുക്ക് താൽക്കാലികമായ ദോഷമേ ചെയ്യൂ. മറ്റത് നമ്മൾ മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്ന ദീർഘകാലമായിട്ടുള്ള അതിൻ്റെ പതിന്മടങ്ങുള്ള ദോഷങ്ങൾ ചെയ്യും എന്നുള്ളത് തന്നെയാണ് സത്യം. അതാണ് സത്യം. സത്യമേവ ജയതേ. അപ്പോൾ ഇവിടെ മറ്റൊരു കാര്യം ഇപ്പോൾ നടക്കാൻ പോകുന്നത്, അതാണ് രസം. അതിനാണ് എൻ്റെ രണ്ടാം ഭാഗം. അതായത് ആൻ്റണി MP അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ MP ആയിട്ടുള്ള അടൂർ പ്രകാശ്, അദ്ദേഹം ഇപ്പോൾ UDF കൺവീനറും കൂടിയാണ്, അദ്ദേഹത്തെയും ചോദ്യം ചെയ്യാൻ പോകുന്നു. എന്താ കാര്യം? ഇവർ രണ്ടും അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണനും കൂടി ചേർന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എഴുന്നള്ളിച്ചുകൊണ്ട് സോണിയാഗാന്ധിയുടെ മുന്നിലേക്ക് കൊണ്ടുപോയത്. എന്നിട്ട് സോണിയാഗാന്ധിയുടെ കയ്യിൽ ചരട് കെട്ടിയത്. ഏത് ചരടാണ്? മഞ്ഞച്ചരടാണ്. ആ ചരട് എവിടെ നിന്നുള്ളത്, ആര് പൂജിച്ചതാണെന്ന് അറിഞ്ഞുള്ള പൂജിച്ച ചരട് കെട്ടിയെന്നാണ് പറയുന്നത്. ആര് പൂജിച്ചതാണോ? എന്തായാലും ആ ചരട് കെട്ടിയതിൽ പിന്നെ കോൺഗ്രസ്സിന് നില മെച്ചപ്പെട്ടിട്ടില്ലെന്ന് മാത്രമല്ല, നില പരിങ്ങല്ലായി വന്നുകൊണ്ടിരുന്നു. കോൺഗ്രസ് രക്ഷപ്പെട്ടിട്ടില്ല പിന്നെ. അപ്പോൾ ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റി പൂജിച്ചത് തന്നെ ആയിരിക്കും. ഒരു ശുദ്ധൻ അല്ലാത്ത മനസ്സ്, ഈ കള്ളം പറയുന്ന മനസ്സുള്ള കള്ളത്തരമുള്ള ഒരാൾ പൂജിച്ച ചരടിന് എന്താ ഉണ്ടാവുകയില്ല. ശുദ്ധമായ മനസ്സോടുകൂടി ശുദ്ധമായ മന്ത്രങ്ങൾ, ഊർജപ്രസരിതമായിട്ടുള്ള ചരടുകൾക്ക് മാത്രമേ ഫലസിദ്ധി ഉണ്ടാവൂ. ശാസ്ത്രമനുസരിച്ചും അങ്ങനെ തന്നെയാണ്. നമ്മളിപ്പോൾ കളിയാക്കും, ഇതൊക്കെ എന്തോന്ന് അന്ധവിശ്വാസം. അന്ധവിശ്വാസമല്ല, ഏറ്റവും പുതിയ നവീനമായ ശാസ്ത്രവിശ്വാസം തന്നെയാണ്. എന്താണെന്ന് അറിയണമെങ്കിൽ ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ് തിയറി എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. ശ്രീനാരായണ ഗുരുവിനെ പറ്റി പഠിച്ചു നോക്കൂ. അദ്ദേഹം മിറാക്കിൾസ് ഉണ്ടാക്കിയിരുന്നു. പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം അവിടെ പോയപ്പോൾ ഒരു മതത്തിൻ്റെ ആളാക്കണമെന്നാണ്. ഒരു മതത്തിൻ്റെ ആൾ തന്നെയായിരുന്നു അദ്ദേഹം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ, ഒരു മതത്തിൻ്റെ ആൾ. ആ മതം സനാതന മതമായിരുന്നു, വേദാന്ത മതമായിരുന്നു. സംശയമൊന്നുമില്ല. അത് വിശദമായിട്ട് പിന്നെ നമുക്ക് ചർച്ച ചെയ്യാം. അതിൻ്റെ വിഷയം ഇതല്ലല്ലോ. അപ്പോൾ ആൻ്റണിയെ തീർച്ചയായിട്ടും ചോദ്യം ചെയ്യണം. ഇന്ന് വരെ എന്നൊരക്ഷരം വന്നല്ല, മൗനി ബാബയായിട്ടിരിക്കുകയാണ് അദ്ദേഹം. പൂർണ്ണമായിട്ടും മൗനം. ഒരു ജനപ്രതിനിധിയല്ലേ, പറയണ്ടേ എന്തിനു വേണ്ടിയാണ് കൊണ്ടുപോയത്? ഇത്രയും പ്രമാദമായിട്ടുള്ളൊരു വ്യക്തി, കൊടും ക്രിമിനലായിട്ടുള്ള ദാവൂദ് ഇബ്രാഹിമിൻ്റെ നിലവാരത്തിലുള്ള ഒരു വ്യക്തി, അന്താരാഷ്ട്ര മാനത്തിൽ നമ്മുടെ പൈതൃകം വിറ്റുതൊലയ്ക്കുന്ന ഒരാളിനെ, നമ്മുടെ പൈതൃക സമ്പത്തുകൾ വിറ്റുതൊലയ്ക്കുന്നു എന്ന് സംശയിക്കുന്ന, അതിന് കൂട്ടുനിന്നിട്ടുള്ള ഒരാളിനെ, അദ്ദേഹത്തിനെ സോണിയാഗാന്ധിയുടെ മുമ്പിൽ കൊണ്ടുപോയ ആളിനെ ചോദ്യം ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ചോദ്യം ചെയ്യണം. പക്ഷേ ഇവിടെ ഒരു കളിയുണ്ട്. എന്താണെന്നറിയാമോ? അത് ഈ സമയം, ഈ ടൈമിംഗ് എന്ന് പറയുന്നത്, കടകംപള്ളിയെ സുരേന്ദ്രനെ ചോദ്യം ചെയ്തു. അപ്പോൾ അതിനെ ഒന്ന് നള്ളിഫൈ ചെയ്യാൻ വേണ്ടി, അതിൻ്റെ വീര്യം ചോർത്താൻ വേണ്ടി, അന്ന് സന്തുലീകരണം നടത്താൻ. അപ്പോൾ രണ്ട് വശത്തുമായല്ലോ. അപ്പോൾ പറയും കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തല്ലോ എന്ന്, ഇപ്പുറത്ത് വൻസ്രാവല്ലേ എന്ന് ചോദിക്കും PD സതീശൻ. അപ്പോൾ അവിടെ നിന്നിട്ട് കെ മുരളീധരനും VD സതീശനും ചോദിക്കും, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആൻ്റണിയെ ചോദ്യം ചെയ്തില്ലേ, നിങ്ങളുടെ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തില്ലേ? അപ്പോൾ ബാലൻസ് ചെയ്യാമല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് ഇതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവരങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് ആരോപണങ്ങൾ, ഒരേറെ അങ്ങോട്ടറിയും തിരിച്ച് ഇങ്ങോട്ടറിയും. ഈ ഏറ് കാണാനല്ല നമ്മളിരിക്കുന്നത്, ഈ കളി കാണാനല്ല നമ്മളിരിക്കുന്നത്. കല്ലേറ് കളി. നമുക്ക് സത്യം അറിയണം, സ്വർണം തിരിച്ചു കിട്ടണം. അതാണ് നമ്മുടെ പ്രശ്നം. അതിനാണ് SIT വെച്ചിരിക്കുന്നത്. SIT അതിൽ പരാജയപ്പെട്ടു. അപ്പുറത്തൊരെണ്ണത്തിനെ എടുത്തിട്ട് ഇപ്പുറത്തൊരെണ്ണം കരുക്കൾ നീക്കുന്നവിടെ. ചതുരംഗ കളിയായത്. ഇത് ചതുരംഗ കളിയല്ല, സത്യമറിയാനുള്ള സത്യാന്വേഷണമാണ്. അതിൽ പരാജയപ്പെടുന്ന ലക്ഷണമാണ് കാണുന്നത്. ഇനി ഏതാണ്ട് ഒരാഴ്ച ബാക്കിയുണ്ട്. എങ്ങും എത്തിയിട്ടില്ല. അന്ധകാരത്തിൽ തപ്പുകയാണ്. അന്ധതാ മിശ്രത്തിലാണിപ്പോൾ SIT എന്ന് തോന്നുന്നു. കാരണം പേടി, കോടതിയെ പേടി, ഇപ്പുറത്ത് ഭരണാധികാരികളെ പേടി. അവരുടെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കുന്നു. സഹതാപമുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് സത്യം അറിയണം. ഭക്തലക്ഷങ്ങൾക്ക് സത്യം അറിയണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ആ ലക്ഷ്യത്തിലേക്കുള്ള നീങ്ങൾ വളരെ വളരെ ഒച്ചിഴയുന്ന വേഗത്തിൽ, അല്ലെങ്കിൽ ആമ പോകുന്ന വേഗത്തിലാണ്. അതുകൊണ്ട് ഇനി വീണ്ടും സമയം ചോദിക്കുക എന്ന് പറഞ്ഞാൽ കോടതി ഒരിക്കലും അനുവദിക്കുമെന്ന് തോന്നുന്നില്ല. അതിനു മുകളിൽ അയ്യപ്പൻ ഒരിക്കലും അനുവദിക്കുമെന്ന് തോന്നുന്നില്ല. ടോൾസ്റ്റോയ് പറഞ്ഞതുപോലെ, ലിയോ ടോൾസ്റ്റോയ് പറഞ്ഞതുപോലെ, ഗോഡ് സീസ് ദ ട്രൂത്ത്
ബട്ട് വെയിറ്റ്. ABC ന്യൂസിന് മലയാളത്തിൽ മാത്രമല്ല സംസാരിക്കാൻ അറിയാവുന്നത്, പറയാൻ അറിയാവുന്നതും. അതിന് ഹിന്ദിയും കൂടി ഉണ്ടൊരു ഹിന്ദി ABC ഹിന്ദി ന്യൂസ് ചാനലുണ്ട്. ABC ഹിന്ദി ന്യൂസ്. അത് കാണുക. ദേശീയമായിട്ടുള്ള കാര്യങ്ങൾ അതിലൂടെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ABC ഹിന്ദി ന്യൂസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.